ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 2019 റിലീസായ ഒരു റഷ്യൻ സയൻഫൈ ഫാന്റസി ത്രില്ലർ മൂവിയുടെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കോമ എന്നാണ് മൂവിയുടെ പേര്. 2016 ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കി 2019 ഈ മൂവി റിലീസായത്. ഏകദേശം 3 വർഷം ഈ മൂവിയുടെ CGI വർക്കുകൾക്ക് മാത്രമായി എടുക്കുകയുണ്ടായി. അടിപൊളി CGI ആണ് മൂവിയിൽ ഉടനീളം ഉള്ളത്. മൂവിയുടെ കഥ ഞാൻ ഓൺലൈനായിട്ട് പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മൂവി കോമ. മൂവി തുടങ്ങുമ്പോൾ ഒരു മുറിയിലായിട്ട് നിറയെ കെട്ടിടങ്ങളുടെ ബ്ലൂ പ്രിന്റ്സ് കാണിക്കുവാണ്. ഇവിടെ കിടക്കുന്ന ഈ പയ്യനാണ് ഈ മൂവിയിലെ നായകനായ വിക്ടർ. ഇവൻ ഒരു ആർക്കിടെക്റ്റ് ആണ്. അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് റൂമിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവിടെ അവന്റെയും അവന്റെ ഗേൾഫ്രണ്ടിന്റെയും ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷെ അതില് ഗേൾഫ്രണ്ടിന്റെ ഫേസ് ആണെങ്കിലോ എന്തോ ബ്ലർ ആയ പോലെ കാണിക്കുവാണ്. അത് മാത്രമല്ല, ആ റൂമിൽ അവന് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ റൂമിന്റെ മുകളിലത്തെ റൂഫിലോട്ട് നോക്കുമ്പോൾ അവിടെ എന്തോ ബ്ലാക്ക് കളറിലെ ഹണി കോംബ് പോലെ എന്തോ കാണുവാണ്. അതുകൊണ്ട് പേടിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവൻ ആകെ അന്തം വിട്ട് പോകുവാണ്. അവനിപ്പോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഡയമെൻഷനിലുള്ള ലോകത്താണ് ഉള്ളത്. അവിടെയുള്ള ബിൽഡിങ്സ് ഒക്കെ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഉള്ളത്. മാത്രമല്ല, ബിൽഡിംഗ് പലതും കംപ്ലീറ്റും അല്ല, അതായത് അവയുടെ പൂർണ്ണ രൂപത്തിലും അല്ല. അങ്ങനെ അവൻ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം തകർന്നു കിടക്കുമായിരുന്നു. വിക്ടർ അവന്റെ ആർക്കിടെക്ട് മെമ്മറി ഉപയോഗിച്ച് ഒരു ബ്ലൂ പ്രിന്റ് വെച്ചിട്ട് ആ ബിൽഡിങ്ങിനെ ബിൽഡ് ചെയ്ത് എടുക്കുവാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ ഉള്ളത് ഒരു ഡ്രീം വേൾഡിലാണ്. അതായത് കോമയിൽ കിടക്കുന്ന പേഷ്യൻസ് അവരുടെ ബ്രെയിനിൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മായ ലോകമുണ്ട്. അവിടെയാണ് അവനിപ്പോൾ ഉള്ളത്. വിക്ടറും ഈ ഒരു മായ ലോകത്താണ് ഉള്ളത്. അതിനർത്ഥം വിക്ടർ ഇപ്പോൾ ഒരു കോമ സ്റ്റേജിലാണുള്ളത്. വിക്ടറിന് എന്ത് സംഭവിച്ചു എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. വിക്ടർ അവിടെ വെച്ചിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിനെ കാണുവാണ്. അത് അവന്റെ അടുത്ത് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. എന്നാൽ അതിനെ ആരൊക്കെ ഷൂട്ട് ചെയ്ത് അതിനെ എക്സ്പ്ലോഡ് ചെയ്യിപ്പിക്കുവാണ്. പെട്ടെന്ന് വിക്ടറിന്റെ അടുത്തേക്ക് 3 പേര് വന്നിട്ട് അവനെ അവിടെ നിന്നും കൊണ്ടുപോകാട്ടോ. പക്ഷെ എവിടേക്കാണെന്നൊന്നും അവൻ അറിയില്ല. ആ ജീവിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലോട്ട് തള്ളിയിടുന്നു. അവൻ വന്ന് വീഴുന്നത് ഒരു ചൈന സ്ട്രീറ്റിലോട്ടാണ്. ബാക്കിയുള്ളവരും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ക്രിയേച്ചറിന്റെ പേര് റീപ്പർ എന്നാണ്. ഈ സ്വപ്ന ലോകത്തെ ഒരു മോൺസ്റ്റർ ആണ് അത്. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഒരു ബോംബും കൈപ്പിടിച്ചിട്ട് ഈ റീപ്പറിന്റെ അടുത്തോട്ട് പോയിട്ട് റീപ്പറിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റീപ്പറിന് ഒന്നും സംഭവിക്കുന്നില്ല. ബാക്കിയുള്ളവര് അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് ഒരു റോഡിലൂടെ നടന്നു പോകുവാണ്. അവരുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയുണ്ട്. അവളോട് വിക്ടർ ഞാൻ എവിടെയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവരും കോമയിലാണ്. നീ ഇവിടെ കാണുന്ന ഓരോ ഒബ്ജക്ട്സും ഓരോരുത്തരുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണെന്ന് അവൾ പറയുന്നുണ്ട്. ആ ജീവിയുടെ ആക്രമണത്തിൽ വിക്ടറിന്റെ നെറ്റിയിൽ ഒരു ചെറിയ മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പെണ്ണ് ആ മുറിവ് അവളുടെ പവർ ഉപയോഗിച്ചിട്ട് ഹീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു റിയൽ ആയിട്ടുള്ള വേൾഡ് അല്ലല്ലോ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓർമ്മകളാണുള്ളത്. അതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ എബിലിറ്റീസ് ഉണ്ട്. വിക്ടറിനും അവന്റേതായിട്ടൊരു കഴിവുണ്ട്. ആർക്കിടെക്ട് ആയതുകൊണ്ട് ബ്ലൂ പ്രിന്റ്സ് ഉപയോഗിച്ച് ബിൽഡിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റും. അങ്ങനെ അവര് 3 പേരും ഒരു ഫീൽഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിൽ കയറുന്നു. എന്നാൽ അതൊരു വാം ഹോൾ ആയിരുന്നു കേട്ടോ. ആരുടെയോ ഒരാളുടെ മെമ്മറിയിൽ ഉണ്ടായ ഒരു വാം ഹോൾ ആണ്. അവര് അതിലൂടെ മറ്റൊരു സ്ഥലത്തോട്ട് എത്തുന്നു. അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. റീപ്പർ എന്ന ആ ഒരു ക്രിയേച്ചറിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു അവര്. അവിടെ അവരുടെ ലീഡർ ആയിട്ടുള്ള ഒരാളെയും കാണിക്കുന്നുണ്ട്. വിക്ടറിനെ അവര് അവരുടെ കൂടെ താമസിപ്പിക്കാനായിട്ട് സമ്മതിക്കുവാണ്. അങ്ങനെ വിക്ടറിനെ ആ പെണ്ണ് അവരുടെ ബിൽഡിങ്ങിനുള്ളിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ഓരോരുത്തർക്കും കിടക്കാനായിട്ട് ഓരോ മുറിയുണ്ട്. മാത്രമല്ല, അവർ ഓരോരുത്തരുടെ അവരുടെ സ്വപ്നങ്ങളിൽ കാണുന്ന കാഴ്ചകൾ ഭിത്തികളിൽ ഒരു ഓർമ്മകളായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ വിക്ടറിനും അവന്റെ സ്വപ്നങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വിക്ടർ അവന്റെ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവന്റെ സ്വപ്നത്തിലെ ഒരു വലിയ ബിൽഡിങ്ങും അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരും അവൻ സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റിലാകുന്ന ഒക്കെ അവന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ അവൻ ഞെട്ടി കണ്ണു തുറക്കുന്നു. അവൻ കണ്ട സ്വപ്നം അവന്റെ മുറിയിലുള്ള ആ ഭിത്തിയിൽ അവന് കാണാനും കഴിയുന്നുണ്ട്. അവിടെ ഒരു കാറ് തലകീഴായിട്ട് കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ വിക്ടറിനെ തന്നെ അവൻ കാണുവാണ്. ഈ അപകടത്തിലാണ് അവൻ കോമയിലോട്ട് പോകുന്നതും. പെട്ടെന്ന് ആ മുറിയിലോട്ട് ഫാൻറ്റം എന്ന ഒരാൾ കടന്നു വരികയാണ്. വിക്ടറിനെ ആ ജീവിയിൽ നിന്നും രക്ഷിച്ച കൂട്ടത്തിലെ ഇയാളും ഉണ്ടായിരുന്നു. വിക്ടറിനെ ഹെൽപ്പ് ചെയ്ത ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ ഈ ഫാൻറ്റത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നീ കൂടുതലായിട്ട് അവളുമായിട്ട് ഇടപഴകണ്ട എന്ന് ഫാൻറ്റം വിക്ടറിനെ വാണിംഗ് കൊടുക്കുകയാണ്. അങ്ങനെ വിക്ടറിന്റെ എബിലിറ്റി എന്താണെന്ന് അറിയാനായിട്ട് അവിടെയുള്ളവര് അവന് ഒരു ചാലഞ്ച് നൽകുവാണ്. അവിടെയുള്ള ഓരോരുത്തർക്കും ഓരോ പവർ ഉണ്ട്. വിക്ടറിന് നേരെ അവിടെയുള്ള ഒരാളെ ഒരു ക്യാൻ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അത് പിടിക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു റോബോട്ട് ഉണ്ട്. അതിനെ കൊണ്ടുവന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്ടറിന് അവന്റെ പവർ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി അവന്റെ സ്വപ്നത്തില് അന്ന് അവൻ കണ്ട ബിൽഡിങ്ങും കാർ ആക്സിഡന്റും ഒക്കെ വീണ്ടും കാണുവാണ്. അങ്ങനെ അവൻ ഞെട്ടി എണീക്കുന്നു. ഈ സമയം മറ്റുള്ളവർ പുറത്ത് മറ്റു ആയുധങ്ങൾ അന്വേഷിച്ച് പോകാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഒരു സബ്മറൈൻ ഉണ്ട്. അതിനുള്ളിലെ ഒരു ബോംബ് ഉണ്ട് കേട്ടോ. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്നാൽ വിക്ടറിനെ അവർ കൂടെ കൂട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അവന്റെ എബിലിറ്റി ഇതുവരെ പുറത്തെടുക്കാനായിട്ട് അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ അവരുടെ ടീമിന്റെ ലീഡർ അവനെ അവരുടെ കൂടെ പറഞ്ഞയക്കുവാണ്.
അങ്ങനെ ആ സബ്മറൈൻ അന്വേഷിച്ച് അവര് അവിടെ നിന്നും പോകുവാണ്. അവരങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ റീപ്പേഴ്സിനെ കാണുന്നുണ്ട്. എന്നാൽ അവരാകട്ടെ മറ്റൊരു അപ്സൈഡ് ഡൗൺ പ്ലേറ്റിലാണുള്ളത്. അവർക്ക് അവരെ കാണാൻ കഴിയില്ല, പക്ഷേ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വിക്ടറും കൂട്ടരും ഒരു വലിയ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ വെച്ച് എല്ലാവർക്കുമായിട്ട് ഓരോ ബയോ സിഗ്നൽ ബോംബ് കൊടുക്കുവാണ്. അത് ഓണാക്കിയാൽ റീപ്പേഴ്സിന് സിഗ്നൽ കിട്ടും. ഈ സ്ഥലത്ത് ആ സബ്മറൈന് കാവലായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കൊന്നാൽ മാത്രമേ അവർക്ക് സബ്മറൈൻ കണ്ടെത്താനായിട്ടും പറ്റുള്ളൂ. ഏറെ വൈകാതെ അവര് ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊന്ന് അവര് ആ സബ്മറൈന്റെ ഡോർ ഹാക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നുണ്ട്. അവരെ ആ ഡോറിലൂടെ വിളിച്ചെന്ന് നോക്കുമ്പോൾ അവർ അന്വേഷിച്ച് വന്ന സബ്മറൈൻ കാണുന്നു. സമയം കളയാതെ അവര് സബ്മറൈനെ ഒരു ഹീറ്റ് ഗൺ ഉപയോഗിച്ച് തുറന്നിട്ട് അതിനുള്ളിലെ ബോംബ് എടുക്കാനായിട്ട് ശ്രമിക്കുവാണ്. എന്നാൽ ദൂരത്തായിട്ട് റീപ്പേഴ്സ് വരുന്നത് അവർ കാണുന്നുണ്ടായിരുന്നു. വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി ഫാന്റം മുകളിലുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും റീപ്പേഴ്സ് അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇത് കണ്ട മറ്റുള്ളവരെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്. എന്നാൽ വിക്ടർ അവന്റെ മൈൻഡ് പവർ ഉപയോഗിച്ച് ഒരു ട്രാക്ക് ബിൽഡ് ചെയ്തിട്ട് ആ ബോംബിനെ ആ ട്രാക്കിലൂടെ താഴോട്ട് ഇറക്കുന്നു. അങ്ങനെ അവര് അവിടെ നിന്നും വേഗം രക്ഷപ്പെടുവാണ്. അന്ന് രാത്രി എല്ലാവരും ഇരുന്ന് വിക്ടർ അവിടെ ചെയ്ത കാര്യം പറഞ്ഞിട്ട് അവനെ അഭിനന്ദിക്കുവാണ്. ഫാന്റം അവന്റെ അടുത്ത് വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായം കൂടി ചോദിക്കുക കേട്ടോ. റീപ്പേഴ്സിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡിംഗ് പ്ലേസ് നീ ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു തരണം എന്ന് പറയുവാണ്. നിന്റെ ഇമാജിനേഷനിലൂടെ ഒരു പ്ലേസ് ഉണ്ടാക്കിയാൽ അതിൽ നമ്മൾ സേഫ് ആയിരിക്കും, റീപ്പേഴ്സ് അങ്ങോട്ട് വരില്ല എന്നാൾ പറയുന്നുണ്ട്. വിക്ടർ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് വിക്ടർ അവന്റെ എബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്. പക്ഷേ അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. സബ്മറൈന്റെ അവിടെ നിന്നിട്ട് നിന്റെ മൈൻഡ് പവർ യൂസ് ചെയ്തപ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് ആദ്യം ഡെവലപ്പായി. അതുപോലെ നിന്റെ ഇമാജിനേഷൻ ഒരു ബ്ലൂ പ്രിന്റിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കിയാൽ നിനക്ക് സാധിക്കും എന്ന് അവൾ പറയുന്നുണ്ട്. അവൻ അതുപോലെ ചെയ്തപ്പോൾ ഒരു ബിൽഡിംഗ് ഡെവലപ്പ് ആകുന്നു. ഇത് കണ്ട അവളും ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. വിക്ടറിന്റെ റൂമിൽ പോയി നോക്കുമ്പോൾ അവൻ ഒരു കാർ ആക്സിഡന്റിൽ പെട്ടതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. വിക്ടർ അവിടെ വെച്ച് അവളോട് അവന്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഫാന്റം പുറത്തു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം എല്ലാവരും ചേർന്നിട്ട് സേഫായ സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുവാണ്. റീപ്പറിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. അങ്ങനെ അവർ നടന്നു പോകുന്നതിന്റെ ഇടയിൽ കൂട്ടത്തിൽ ഉള്ള ഒരു പെണ്ണിന് റീപ്പറിന്റെ സാന്നിധ്യം സെൻസ് ആവുന്നുണ്ട്. വിക്ടറും മറ്റുള്ളവരും ചേർന്നിട്ട് റീപ്പേഴ്സിനെ കണ്ടെത്താനായിട്ട് പുറപ്പെടുന്നു. മറ്റുള്ള ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് ഗ്യാങ്ങിന്റെ ലീഡറും കൂട്ടരും അവർക്ക് കാവൽ നിൽക്കുവാണ്. റീപ്പർ അന്വേഷിച്ച് പോകുന്നതിനിടയിൽ ഒരു പുക നിറഞ്ഞ സ്ഥലത്ത് വെച്ച് വിക്ടറിനെ റീപ്പർ ആക്രമിക്കുന്നു. എന്നിരുന്നാൽ പോലും വിക്ടർ അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവർ വന്ന് വിക്ടറിനെ രക്ഷിക്കുന്നു. എന്നാൽ ഇതിന്റെ ഇടയിൽ ഫാന്റത്തിന്റെ കയ്യിലുള്ള ബയോ സിഗ്നൽ ബോംബിൽ നിന്നും സിഗ്നൽ പോകുന്ന സൗണ്ട് മറ്റുള്ളവർ കേൾക്കുവാണ്. അതായത് അവൻ മറ്റ് റീപ്പേഴ്സിനെ ഇവരുടെ ദിശയിലോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുവാണ്. അതുമാത്രമല്ല അവന്റെ ഒരു കൈയാണെങ്കിലോ റീപ്പറിന്റെ ശരീരം പോലെ ആയിരുന്നു. ഇത് കണ്ട് അവരുടെ ലീഡർ അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവനെ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാണ്. ഏറെ വൈകാതെ റീപ്പർ അങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയാണ്. ഫാന്റം അവന്റെ കയ്യിലുള്ള ബോംബ് ഉപയോഗിച്ച് ഒരു റീപ്പർ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വിക്ടറിനെയും കൂട്ടരെയും റീപ്പേഴ്സ് വളഞ്ഞിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു വെള്ള വെളിച്ചം വരുന്നത് വിക്ടർ ശ്രദ്ധിക്കുകയാണ്. അത് മാത്രമല്ല എന്തോ ഒരു വല്ലായ്മ അവൻ ആകെ അനുഭവപ്പെടുന്നുണ്ട്. പെട്ടെന്ന് സീൻ ഷിഫ്റ്റ് ആയിട്ട് വിക്ടർ കോമയിൽ നിന്നും കണ്ണു തുറക്കുന്നതാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല അവന്റെ മൈൻഡിൽ മറന്നുപോയ പല ഓർമ്മകളും അവൻ ഓർമ്മയിലോട്ട് വരുന്നുണ്ട്. അന്ന് അവൻ ആ കാർ ആക്സിഡന്റ് ആയപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് അവന്റെ ഗേൾഫ്രണ്ട് ആണ്. അതായത് ഈ പെണ്ണ് തന്നെയാണ് കോമ വേൾഡിൽ അവൻ കണ്ടതും. അവന്റെ ഗേൾഫ്രണ്ടിന്റെ ഓർമ്മകളാണ് അവൻ ആ ലോകത്ത് വെച്ച് കണ്ടതും. എന്നാൽ അത് അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അവൻ അവിടെ വെച്ച് മനസ്സിലായതുമില്ല. അവർ രണ്ടുപേരും ഒരു ബിൽഡിങ്ങിന്റെ മുൻപിൽ വന്ന് കാർ നിർത്തുന്നു. ആ ബിൽഡിങ്ങിന്റെ ഉള്ളില് ഒരാള് പിന്തിരിഞ്ഞു നിൽക്കുന്നത് അവൻ കാണുവാണ്. ഈ ഓർമ്മ അവന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു. ആ വ്യക്തി ആരാണെന്ന് കാണിക്കുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, സ്വപ്ന ലോകത്തിലെ അവരുടെ ടീമിന്റെ ലീഡർ ആയിരുന്നു അത്. അവിടെ വെച്ചിട്ട് വിക്ടറിനെ അവരൊരു സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോകുന്നു. അതൊരു എക്സ്പെരിമെന്റൽ ലാബ് ആയിരുന്നു കേട്ടോ. ആ റൂമിൽ നിറയെ ആൾക്കാരെ കോമയിൽ കിടത്തിയിരിക്കുന്നത് അവൻ കാണുവാണ്. അവിടെയുള്ളവര് മനുഷ്യന്റെ ബ്രെയിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെ വെച്ച് വിക്ടറിനെയും അവരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിക്ടർ അവിടെ നിന്നും രക്ഷപ്പെട്ട് അവന്റെ കാറിൽ കയറി രക്ഷപ്പെടും കേട്ടോ. എന്നാൽ അവരുടെ കാറ് ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് വിക്ടറിന്റെ ബോധം പോകുന്നു. വിക്ടർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ആ ഡോക്ടറിന്റെ എക്സ്പെരിമെന്റ് ലാബിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ അവന്റെ ഗേൾഫ്രണ്ടിനെ ബോധം കെടുത്തി കോമയിലാക്കിയിരിക്കുവാണ്. ഇവര് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. മനുഷ്യരെ അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും കൊണ്ട് പുതിയൊരു ലോകത്തേക്ക് കൊണ്ടെത്തിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ആൻഷ്യൻ ടൈമിലൊക്കെ ഈ ഒരു പ്രോസസ്സ് ചെയ്തിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അവിടെ വെച്ച് അവൻ തിരിച്ച് ഞാൻ ആ ലോകത്തോട്ട് ഇനി പോകില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാൾ അവന്റെ ഗേൾഫ്രണ്ടിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓഫ് ആക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് വിക്ടർ വീണ്ടും കോമയിലോട്ട് പോകുന്നു. വീണ്ടും ആ ലോകത്തേക്ക് വരുവാണ്. ഈ സമയം മറ്റുള്ളവരെ റീപ്പേഴ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ബ്രിഡ്ജ് ബിൽഡ് ആയിട്ട് വരുന്നത് അവർ കാണുവാണ്. അത് ഒരു റീപ്പറിന്റെ മുകളിൽ വന്ന് വീഴുന്നുണ്ട്. അത് വിക്ടറിന്റെ ഇമാജിനേഷൻ ആയിരുന്നു. അങ്ങനെ വിക്ടർ അങ്ങോട്ട് വന്നിട്ട് അവരെയും കൂട്ടി അവിടെ നിന്നും പോകുന്നതിനിടയിൽ അവരോട് അവൻ സത്യം തുറന്നു പറയുവാണ്. നമ്മളെല്ലാവരും ഒരു സ്വപ്നത്തിലാണുള്ളത്.
ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഒരു ബേസ്മെന്റിൽ കിടന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണ്. ചിലപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയേക്കാം, എന്നാൽ സത്യം ഇതാണ്, നമ്മളെല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണ് എന്ന് അവൻ പറയുന്നുണ്ട്. ഉടനെ അങ്ങോട്ടേക്ക് ആ ഡോക്ടർ വരുന്നു. വിക്ടറിനോട് അവന്റെ ഇമാജിനേഷൻ സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറയുവാണ്. വിക്ടർ അവന്റെ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സിറ്റി അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സിറ്റിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഡോക്ടർ എല്ലാവരോടും സത്യം തുറന്നു പറയുവാണ്. റിയൽ വേൾഡിൽ എല്ലാവരും ഒന്നെങ്കിൽ ജീവിതം അടുത്തവരോ അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലാത്തവരോ ആയിരുന്നു. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് സ്വപ്നലോകത്ത് ഒരു നഗരം സൃഷ്ടിക്കാനായിട്ട് അയാൾ ആഗ്രഹിച്ചു. വിക്ടർ പോലും സ്വന്തം ദേഷ്യവും ഡിപ്രഷനും കാരണം സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് അവന് ഒരു ലെറ്റർ വരുന്നതും ഗേൾഫ്രണ്ടായിട്ട് ആ ബിൽഡിങ്ങിലോട്ട് പോകാൻ തീരുമാനിച്ചതും. അവന്റെ പ്രൊജക്ട് വർക്ക് ആയിരിക്കാം എന്നാണ് അവൻ ആദ്യം കരുതിയത്. എന്നാൽ അവന്റെ ആർക്കിടെക്ട് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഡോക്ടർ ഒരു കിങ്ഡം പണിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, അതും സ്വപ്നലോകത്തായിട്ട്. പെട്ടെന്ന് അവരുടെ കൂടെയുള്ള ഒരാളുടെ ശരീരം പൊടിഞ്ഞു പോകുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ആ ഡോക്ടറിന്റെ കൂടെയുള്ള ആ റിയൽ വേൾഡിലുള്ളവര് കോമയിലുള്ളവരുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വിക്ടർ അയാളെ തടയുന്നുണ്ടെങ്കിലും അയാൾ വളരെ പവർഫുൾ ആയിരുന്നു. ഇനി അവർക്ക് സമയം കുറച്ചേ ഉള്ളൂ. അവരവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവരുടെ ബിൽഡിങ്ങിന്റെ അവിടെ റീപ്പേഴ്സ് വന്നിരിക്കുന്നത് കാണുവാണ്. എന്നാൽ അത് കാര്യമാക്കാതെ അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ വിക്ടറിന്റെ റൂമിൽ പോയിട്ട് അവന്റെ സ്വപ്നത്തിൽ കണ്ട സ്ഥലത്തോട്ട് പോകാൻ തീരുമാനിക്കുവാണ്. അതിനിടയിൽ അവന്റെ മുറിയിൽ കിടന്നിരുന്ന കാറിൽ അവന്റെ ഗേൾഫ്രണ്ടിനെ അവർ കാണുന്നുണ്ട്. ഏറെ വൈകാതെ അവര് ആ ഒരു വേൾഡിലോട്ട് വരുന്നു. അവൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് കയറുവാണ്. എന്നാൽ ആ സ്ഥലം തികച്ചും സ്ട്രേഞ്ച് ആയിരുന്നു. വെള്ളച്ചാട്ടവും ട്രെയിൻ സ്റ്റേഷനും മാത്രമല്ല, അതിനുള്ളിൽ ഒരു വലിയ സിറ്റി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കൂടെയുള്ള അയാളും ഏറെ വൈകാതെ പൊടിഞ്ഞില്ലാതാവുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഡോക്ടർ വരുന്നു. വിക്ടറുമായിട്ട് ഒരു സംഘട്ടനം ഉണ്ടാവുകയാണ്. വിക്ടർ അവന്റെ എബിലിറ്റി ഉപയോഗിച്ച് അയാൾ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വിക്ടറെ പിടിച്ച് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുവാണ്. പെട്ടെന്ന് അയാളുടെ ശരീരം റീപ്പേഴ്സിനെ പോലെ ആവുകയാണ്. വേറെ ഒന്നുമല്ല, അയാളെ ഒരു റീപ്പർ കൊല്ലുകയാണ്. ആ റീപ്പർ വിക്ടറിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഒരു കാര്യം വിക്ടറിന് മനസ്സിലാവുന്നത്, അത് ഫാന്റം ആയിരുന്നു. അവൻ ഒരു റീപ്പറായി മാറിയിരുന്നു. എന്നാൽ അവർ ഉപദ്രവിക്കാതെ അവരെ വെറുതെ വിടുവാണ്. വിക്ടറും ഗേൾഫ്രണ്ടും ചേർന്ന് അവിടെ നിന്നും ഇറങ്ങി ഒരു പിരമിഡിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ വെച്ച് ഒരു വെള്ളപ്രകാശം വരുന്നത് അവർ കാണുവാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ അവന്റെ ഗേൾഫ്രണ്ട് പൊടിഞ്ഞു പോകുന്നത് വിക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വേഗം തിരിച്ച് റിയൽ വേൾഡിലോട്ട് വരുന്നു. ബോധം വന്ന വിക്ടർ വേഗം തന്നെ എണീറ്റ് ഗേൾഫ്രണ്ടിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. വിക്ടറും ഗേൾഫ്രണ്ടും ആ റൂമിൽ നിന്നും വേഗം എണീറ്റ് പോവുകയാണ്. അങ്ങനെ സീൻ ഷിഫ്റ്റ് ആവുകയാണ്. വിക്ടറും ഗേൾഫ്രണ്ടും ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് കഴിയുവാണ്. അവൻ അവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ടെന്ന് ഗേൾഫ്രണ്ട് പറയുന്നു. അവൻ ആ എൻവലപ്പ് തുറന്നു പോലും നോക്കാതെ ടേബിളിനടിയിലുള്ള റാക്കിൽ അടച്ചു വെക്കുന്നു. മാത്രമല്ല അവന്റെ ബ്ലൂ പ്രിന്റിൽ ഒരെണ്ണം ഒരു കാർഡ് ബോർഡ് ബോക്സിൽ വെച്ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ ആ ഒരു ബ്ലൂ പ്രിന്റ് കാർഡ് ബോക്സിൽ വെച്ചിരിക്കുന്നതും കാണിച്ച് മൂവി അവസാനിക്കുകയാണ്. സോ കോമ എന്ന ഈ മൂവിയുടെ കഥ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുകയാണ്. CGIക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൊരു മൂവി ആയതുകൊണ്ട് അടിപൊളി CGI വർക്ക് തന്നെയാണ് ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മൂവി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ എന്തായാലും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു മൂവിയുടെ വിവരണവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.